ആർക്കാണ് പെട്ടെന്ന് പിശാച് ബാധ, സിഹ്ർ ഒക്കെ ഏൽക്കുക? ഏറ്റവും വളരെ പെട്ടെന്ന് സിഹ്ർ ഏൽക്കുന്നവർ മനസ്സിന് ഉറപ്പില്ലാത്തവരാണ്. ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പെരുപ്പിച്ച് വലുതാക്കി ടെൻഷനാവുന്നവർ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടകരമായ വാർത്തയോ വിഷയങ്ങളോ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആവശ്യത്തിലധികമായി ടെൻഷനാകുന്നവർ, തലവേദനിക്കുന്നവർ, ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിന് ബലക്കുറവ് ഉള്ള ആളുകളാണ്. ഈ മാനസികമായി ബലക്കുറവുള്ള ആളുകളെയാണ് സിഹ്ർ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുക. അതുപോലെ തന്നെ ശൈത്താനിയായ ഷർറുകളും. ശൈത്താനിയായ ഷർറുകൾ ബാധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ആദ്യം കീഴ്പ്പെടുത്തി അമിതമായ ചിന്ത, ഉത്കണ്ഠ, ഭയം ഇതൊക്കെയും നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഒരു ചെറിയൊരു സംഭവം വിഷമകരമായത് കഴിഞ്ഞുപോയി, എന്നാൽ അതിനെ തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എങ്കിൽ പോലും വീണ്ടും വീണ്ടും അതിനെ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ശൈത്താനിയായ സാന്നിധ്യമുണ്ട് എന്ന് ഒരു ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു മാനുഷികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വിഷമഘട്ടം കഴിഞ്ഞാൽ ഓരോ പീരീഡ്സും, അതായത് ഒരു ദിവസം കഴിയുമ്പോൾ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞു വരും, 2 ദിവസമാവുമ്പോൾ അതിനേക്കാളും കുറയും. ആദ്യമുണ്ടായിരുന്ന ആ ഒരു തീവ്രത ആ വിഷമത്തിനുണ്ടാവില്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസമാവുമ്പോൾ ഒരല്പം വിഷമം കുറയും. പിന്നെ ദിവസങ്ങൾ ചെല്ലും തോറും വിഷമം കുറഞ്ഞു കുറഞ്ഞ് വരും. പിന്നെ അതൊരു ചെറിയൊരു വിഷമമായിട്ട് ഉള്ളിലിങ്ങനെ കിടക്കും. എന്നാൽ ഈ കഴിഞ്ഞ വിഷമം അത് മാറുന്നുമില്ല. അടിക്കടി അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിപ്പിക്കുന്നതും തോന്നിപ്പിക്കുന്നതും പിശാച് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സിഹ്റും അങ്ങനെയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശാരീരികമായ അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങും. രക്ത ഓട്ടത്തിനെ നിയന്ത്രിക്കും. രക്തസമ്മർദ്ദമുണ്ടാവും. ഹൈ ബി പി ആവും, ലോ ബി പിയും ആവും. അത്തരത്തിൽ ശാരീരികമായ ഘടനകളെ മുഴുവനും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ശേഷമാണ് പിന്നെ അസുഖങ്ങൾ വന്നു തുടങ്ങുക. പ്രധാനമായും തലവേദന, കഠിനമായ തലവേദന, ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, പിന്നെ ശരീരവേദന. ആ ശരീരവേദനകളിൽ പലതും നമ്മൾ സ്വാഭാവികമായ ബുദ്ധിമുട്ട് കൊണ്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കും. എന്നാൽ അതിന് മുന്നോടിയായി നമ്മുടെ മാനസികമായി കീഴ്പ്പെട്ടു കഴിഞ്ഞത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്ന് വരില്ല. പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇത് അമിതമാവുകയും കഠിനമാവുകയും ശരീരവും മനസ്സും തമ്മിൽ കൂട്ടി ഇണക്കി ഊരാക്കുടുക്കുപോലെ ആയിത്തീരുകയും ചെയ്താൽ ഇത് പിന്നെ ഒഴിഞ്ഞു പോകാൻ വാസസ്ഥലം പോലെ ആയിപ്പോവും. ഈ ശരീരവും മനസ്സും എല്ലാം പിശാചിൻ്റെ വാസസ്ഥലം പോലെ ആയിപ്പോവും. അങ്ങനെ വാസസ്ഥലം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റിവിടാൻ ഏറെക്കുറെ പ്രയാസമാണ്. അപ്പോൾ ചുരുക്കത്തിൽ മാനസികമായി എപ്പോഴും ബലമുണ്ടാവണം. അതിനുവേണ്ടി പൊതുവെ പ്രകൃതിപരമായും മനസ്സിന് ബലക്കുറവുള്ളവരാണെങ്കിൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വദ്ദുഹാ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ഓതുക. ഓതി നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതുക. അതുപോലെ തന്നെ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും 7 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഓതി
നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതുക. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ.